പോർമുഖത്ത് ഒരുമിച്ച് അണിനിരക്കുന്ന സൈനികർ. അവർക്ക് ഒരേ ലക്ഷ്യം, ഒരേ ശത്രു, ഒരേ ദൗത്യം. എന്നാൽ അവരിൽ ചിലർ വീരമൃത്യു വരിച്ചാൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിയാൽ മറ്റു ചിലർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടില്ല. അഗ്നിവീറുകളായവർക്കാണ് ഈ ദുർഗതി. പട്ടാള റിക്രൂട്ട്മെന്റിൽ അടിമുടി മാറ്റവുമായാണ് അഗ്നിപഥ് പദ്ധതി വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും അഗ്നിവീറുകളുടെ മരണങ്ങൾക്കും ശേഷം പദ്ധതി പിൻവലിക്കണമെന്നും പൊളിച്ചു പണിയണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം? इंडिया की सरकार आएगी, अग्निवीर योजना को उठाकर हम कूड़ेदान में फेंक देंगे. ആദ്യം അഗ്നിപഥ് പദ്ധതിയുടെ ഇപ്പോഴത്തെ നില നോക്കാം. 2022 ജൂൺ 14 പദ്ധതി നിലവിൽ വന്നത്. 40,000 പേർ വീതമുള്ള 2 ബാച്ച് അഗ്നിവീറുകൾ, അതായത് 80,000 പേർ നിലവിൽ ആർമിയിലുണ്ട്. നേവിയിൽ 7,383 പേരുടെ 3 ബാച്ചുകളും വ്യോമസേനയിൽ 4,955 പേരും. ഘട്ടം ഘട്ടമായി അഗ്നിവീറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് പ്ലാൻ. ആദ്യ 4 വർഷം 46,000 പേർ വീതം, 5-ാം വർഷം 90,000 പേരെ എടുക്കും, 6-ാം വർഷം മുതൽ 1,25,000 പേർ. അങ്ങനെയാണ് വർധന. സെപ്റ്റംബർ 2023 ആദ്യ ബാച്ചിനെ 6 മാസത്തെ പരിശീലനത്തിന് ശേഷം പോസ്റ്റ് ചെയ്തത്. ഒറ്റനോട്ടത്തിൽ അഗ്നിപഥ് ഇങ്ങനെയാണ്: 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരെ തിരഞ്ഞെടുക്കും. സേവന കാലാവധി 4 വർഷം. ആദ്യ വർഷം ശമ്പളം 4,76,000 രൂപ. 4-ാം വർഷം ഇത് 6,92,000 രൂപയാകും. സേനകളിലെ സ്ഥിര നിയമനക്കാർക്കുള്ളതിന് സമാനമായ റിസ്ക് അലവൻസ് ലഭിക്കും. 4 വർഷ കാലയളവിൽ മികവ് തെളിയിക്കുന്ന 25% പേർക്ക് സ്ഥിര നിയമനം. അപ്പോൾ ബാക്കി 75% പേരോ? അവർക്ക് പ്രതിരോധ മന്ത്രാലയം, CRPF, അസം റൈഫിൾസ് എന്നിവയിലെ ഒഴിവുകളിൽ 10% സംവരണം നൽകും. തുടർ പഠനത്തിലുള്ള അഡ്മിഷൻ സഹായം ഉൾപ്പെടെയുള്ള പരിഗണനകൾ ലഭിക്കും. സാധാരണ സൈനികനുമായി ഒരു അഗ്നിവീറിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിങ്ങനെയാണ്: അഗ്നിവീറിന്റെ സേവന കാലാവധി 4 വർഷമാണെങ്കിൽ സാധാരണ സൈനികന് 15 മുതൽ 20 വർഷം വരെയാണ്. പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്ക് സുബേദാർ മേജർ പദവി വരെ എത്തുകയും ചെയ്യാം. ഒരു അഗ്നിവീറിന് വാർഷികാവധി 30 ദിവസം മാത്രമാണ്. സാധാരണ സൈനികന് 90 ദിവസം കിട്ടും. അഗ്നിവീറിന് പെൻഷനില്ല. ഒറ്റത്തവണയായി 11,71,000 രൂപ വിരമിക്കുമ്പോൾ കിട്ടും. അതേസമയം ആജീവനാന്ത പെൻഷനാണ് സാധാരണ സൈനികന്. വിരമിച്ച അഗ്നിവീറിന് മറ്റ് ജോലികളിൽ മുൻഗണന വാഗ്ദാനം നൽകുന്നുണ്ട്. എന്നാൽ സാധാരണ പട്ടാളക്കാരനായി ആർമി വെൽഫെയർ പ്ലേസ്മെന്റ് ഓർഗനൈസേഷൻ എന്ന പ്രത്യേക ഏജൻസി തന്നെയുണ്ട്. ഈ ഏജൻസി വിരമിച്ച സൈനികന് ജോലി കണ്ടെത്താൻ സഹായിക്കുന്നു. ജോലിക്കിടെ മരണപ്പെടുന്ന സൈനികരുടെ വിധവകൾക്കും കുട്ടികൾക്കും ഈ സേവനം കിട്ടും. ജോലിക്കിടെ മരിച്ച ആദ്യ അഗ്നിവീറായ അക്ഷയ് ലക്ഷ്മൺ ഗാവഡെയാണ് ഏറ്റവും പുതിയ വിവാദങ്ങൾക്ക് കാരണമായത്. 22 വയസ്സേ ഉള്ളൂ അക്ഷയ്ക്ക്. സിയാച്ചിൻ മലനിരകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു മരണം. 2023 ഒക്ടോബർ. സേവനത്തിനിടെ മരിക്കുന്ന അഗ്നിവീറിന് 1 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക കിട്ടും. ബാക്കിയുള്ള കാലയളവിലെ മുഴുവൻ ശമ്പളവും സേവാനിധി തുകയും അടുത്ത കുടുംബാംഗത്തിന് നൽകുകയും ചെയ്യും. അക്ഷയ് ലക്ഷ്മൺ അഗ്നിവീർ അല്ലാതെ ഒരു സാധാരണ സൈനികൻ ആയിരുന്നുവെങ്കിൽ 50 ലക്ഷം ഇൻഷുറൻസും 35 ലക്ഷം മുതൽ 45 ലക്ഷം വരെ എക്സ്ഗ്രേഷ്യയും ഗ്രാറ്റുവിറ്റി വേറെയും കിട്ടുമായിരുന്നു. കൂടാതെ വിധവയ്ക്കോ മാതാപിതാക്കൾക്കോ ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടും. ആരോഗ്യ സേവനം, ക്യാൻറ്റീൻ സൗകര്യം എന്നിവയും ലഭിക്കും. മക്കൾക്ക് ബിരുദ പഠനം വരെ സൗജന്യമായിരിക്കും. മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പാസ്സായാൽ മക്കൾക്ക് ഫീസ് പ്രതിരോധ വകുപ്പ് നൽകുകയും ചെയ്യും. സേവനത്തിനിടെ അഗ്നിവീറിന് അംഗഭംഗം സംഭവിച്ചാൽ പരിക്കിന്റെ ഗൗരവം അനുസരിച്ച് 44 ലക്ഷം രൂപയാണ് സാമ്പത്തിക സഹായമായി കിട്ടാനുള്ളത്. സേവന കാലയളവിലെ ബാക്കി ശമ്പളവും സേവാനിധിയും ലഭിക്കും. എന്നാൽ അതൊരു സാധാരണ സൈനികനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ചികിത്സാ പെൻഷനും ടാക്സ് ഇല്ലാത്ത പ്രത്യേക പെൻഷനും ലഭിക്കും. ഇങ്ങനെ ഒരേ ജോലി ചെയ്യുമ്പോഴും വ്യത്യസ്ത വേതന ആനുകൂല്യ വ്യവസ്ഥകളാണ് സൈന്യത്തിലെ ഇപ്പോഴുള്ള അവസ്ഥ. ഉറപ്പുള്ള സേവനം 4 വർഷം മാത്രമായതിനാൽ സാങ്കേതിക പരിശീലനമോ പ്രത്യേക കോഴ്സുകൾക്കോ ഈ അഗ്നിവീറുകളെ അയക്കാൻ കഴിയില്ല. 2 ലക്ഷ്യങ്ങളാണ് അഗ്നിപഥ് പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്നത്. 1. സൈനികരുടെ ശരാശരി പ്രായം കുറയ്ക്കുക. 2. വർദ്ധിച്ചു വരുന്ന സൈനിക പെൻഷൻ ചെലവ് വെട്ടിക്കുറയ്ക്കുക. ഇത് രണ്ടും നേടാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രായത്തിന്റെ കാര്യമെടുത്താൽ നിലവിൽ 32 വയസ്സാണ് ഇന്ത്യൻ സേനയുടെ ശരാശരി പ്രായം. അഗ്നിപഥ് പദ്ധതി നടപ്പാകുന്നതോടെ 5 വർഷത്തിനുള്ളിൽ സേനയുടെ ശരാശരി പ്രായം 26 ആകുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി ചെലവ്. ആകെ സൈനിക ചെലവിന്റെ 4/1 നിലവിൽ പെൻഷന് നീക്കിവെക്കുകയാണ്. അഗ്നിവീറുകൾക്ക് പെൻഷൻ വേണ്ടാത്ത കാരണം ലാഭമാകുന്ന പണം ആയുധം വാങ്ങാനും ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിക്കാനും കഴിയും എന്നതും ശരിയാണ്. സേനയിൽ തുടരണമെങ്കിൽ മികച്ച പ്രകടനം നടത്തി 4/1 ഇടം പിടിക്കണം എന്ന ചിന്ത അഗ്നിവീറുകൾക്കിടയിൽ മത്സരബുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നന്നായി ജോലി ചെയ്യാൻ ഇത് സഹായിക്കുമെന്നും കരുതുന്നവരുണ്ട്. എന്നാൽ ഇതിലധികമാണ് അഗ്നിപഥ് സമ്പ്രദായത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ. ഒന്നാമതായി ആദ്യം പറഞ്ഞ വിവേചനം തന്നെ. ഒരേ സേന, ഒരേ സേവനം, ഒരേ ത്യാഗം, പക്ഷേ 2 തരം പരിഗണന. മറ്റൊന്ന്, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സംവിധാനം മാറ്റുമ്പോൾ വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയില്ല എന്നതാണ്.
സൈനിക വൃത്തങ്ങളിൽ തന്നെ മതിയായ ചർച്ചകൾ നടത്തിയിരുന്നില്ല. പദ്ധതി മൂലമുണ്ടാകുന്ന സൈനിക സാമൂഹിക പ്രശ്നങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തതുമില്ല. പട്ടാളത്തിലെ ജോലി നമ്മൾ മലയാളികൾ കാണുന്ന പോലെയല്ല വടക്കേ ഇന്ത്യ. ഒരാൾക്ക് സൈന്യത്തിൽ ജോലി കിട്ടിയെന്നാൽ ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു എന്നാണ്. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മാത്രമല്ല, സാമൂഹികമായി ആ കുടുംബത്തിൻ്റെ പെരുമയും കൂടും. അഗ്നിവീർ ആകുമ്പോൾ അങ്ങനെയല്ല. 4 വർഷം കഴിഞ്ഞ് പെൻഷൻ പോലും ഇല്ലാതെ മടങ്ങി വരേണ്ടി വരുന്ന ജോലിക്ക് പോകുന്ന ആളിനെക്കുറിച്ച് അത്ര മതിപ്പുണ്ടാകില്ല നാട്ടിൽ. ഇതോടെ സൈനിക സേവനത്തിലുള്ള യുവാക്കളുടെ താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. സ്ഥിര സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയില്ലാത്തയാളായി അയാളെ കാണുന്നത് അത്ര നല്ല കാര്യമല്ല. ആയുധ പരിശീലനം ലഭിച്ച 100 കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ സമൂഹ മധ്യത്തിലേക്ക് എത്തുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. സേനയുടെ കാര്യക്ഷമതയെക്കുറിച്ച് ആദ്യഘട്ടത്തിലെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അഗ്നിവീർ ആയുധമാക്കിയിരുന്നു. പഞ്ചാബ്, ഹരിയാന, UP, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ BJPക്ക് കിട്ടിയ തിരിച്ചടിക്ക് അഗ്നിപഥ് ഒരു പ്രധാന കാരണമായിരുന്നു. NDA ഘടകകക്ഷികളായ JDU, LJP എന്നിവരും പദ്ധതിയിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. സംയുക്ത സേനാ മേധാവിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ അവലോകനം നടത്തി വരുന്നതായാണ് വിവരം. മാറ്റങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നിർദ്ദേശങ്ങൾ ഇനി നോക്കാം. 1. 4 വർഷത്തിന് ശേഷം നിലനിർത്തുന്ന അഗ്നിവീറുകളുടെ എണ്ണം 25% നിന്ന് 50% ഉയർത്തുക. 2. വിരമിക്കുന്ന അഗ്നിവീറുകൾക്ക് ജോലി കണ്ടെത്താൻ ഏജൻസി രൂപീകരിക്കുക. 3. പദ്ധതിയുടെ ഇതുവരെയുള്ള ഘട്ടത്തെ പൈലറ്റ് പ്രോജക്റ്റായി കണ്ട് വിലയിരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. 4 വർഷം എന്നതിന് പകരം മുഴുവൻ അഗ്നിവീറുകൾക്കും പ്രവർത്തിക്കാനാകുന്ന കാലം 7-8 വർഷമായി നീട്ടുക. 5. വിരമിക്കുന്ന അഗ്നിവീറുകളെ അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലിക്കെടുക്കുക. 6. മരണം സംഭവിക്കുന്നവരുടെ കാര്യത്തിലെങ്കിലും സാധാരണ സൈനികർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുക. 7. ശമ്പളത്തിലും വിടുതൽ തുകയിലും വർധന വരുത്തുക. ഇതൊക്കെ നടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇതിൽ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശ തന്നെ എടുക്കുക. കേട്ടാൽ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ സൈന്യത്തിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും പരിശീലനവും ശൈലിയും ആയുധങ്ങളും എല്ലാം വേറെ വേറെയാണ്. അതുകൊണ്ട് 4 കൊല്ലം കഴിഞ്ഞ അഗ്നിവീറിനെ വീണ്ടും ഇവിടെ പരിശീലിപ്പിക്കേണ്ടി വരും. ഏതായാലും നിലവിലെ നിലയിൽ അഗ്നിപഥ് തുടരുന്നത് ഗുണം ചെയ്യില്ല എന്ന് പൊതുവിൽ ഒരു ധാരണയുണ്ട്. എന്നാൽ എങ്ങനെയുള്ള മാറ്റമായിരിക്കും വരിക എന്നതിൽ വ്യക്തത വരേണ്ടതുമുണ്ട്.